ഹലോ ഹലോ, ഇതാണോ നിങ്ങളുടെ കട കോയി കഫേ? അതന്നെ അതന്നെ, ഞാൻ നേരെ മേലെ ഉണ്ട്, കണ്ടോ? ഓക്കെ വരുന്നത്. നിങ്ങളുടെ പേരെന്തായിരുന്നു? എന്റെ പേര് ഹാരിസ്. ഹാരിസ് ആൻഡ്. ഓക്കെ ഹാരിസ് ആൻഡ്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ട് ഒരു ഗ്യാങ് ഹൗസിൽ വെച്ച്. ഓക്കെ ഹാരിസ് ആൻഡ്. ഓക്കെ ഇതാ വരുന്നത്. ഹാരിസ് ആൻഡ് വിളിച്ചത്. വാ. കോയി കഫേ കൊള്ളാല്ലേ? കൊള്ളാലോ. ഇവിടെ കണ്ണു വെച്ച് നോക്കിയാൽ നമ്മുടെ മെനു കാണാം. കണ്ണു വെച്ച് നോക്കിയാ മനു കാണാം. കണ്ണു വെച്ച് നോക്കിയാൽ മെനു. എടാ വാസു, നിനക്കൊരു കാര്യം അറിയാമോ? ഒന്നുമില്ല. ഒരു ഇതാണ്, ഈ അമ്മിഞ്ഞാന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലോട്ടൊക്കെ ഇതിനെ മനു എന്നാ പറയും. മനുവാ? അതെന്താ അങ്ങനെ? അതെനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ സൈഡിലോട്ടൊക്കെ എങ്ങനെയാ പറയുന്നത്? പത്തനംതിട്ട സൈഡിലോട്ട് വന്ന് കാണത്തില്ല, ഇപ്പൊ വരുമായിരിക്കും ഉടനെ. അതിപ്പോ ഇവിടെ പറയാനുള്ള കാരണം എന്താ ചോക്കി? പെട്ടെന്ന് ഇവിടെ ഞെക്കിയ മനു. രാമൻ 6700. അത് ഫേമസ് ഫുഡാണത്. അതൊരു ഫേമസ് ഡിഷാണ്. രാമൻ ഡ്രാഗൺ റോള്, ബാർബിക്യൂ റിബ്സ്, വെർജിൻ മൊജിറ്റോ. ഇത് റേറ്റ് 1 ലക്ഷം വരെ ഇപ്പൊ കമ്മിയാക്കിയതാ. 1 ലക്ഷം കൊണ്ട് നമുക്ക് ലാഭമുള്ളൂ. ഈ വെർജിൻസിന് കുടിക്കാൻ പറ്റുന്ന മൊജിറ്റോ ആണോ? വെർജിൻ മൊജിറ്റോ മറ്റേ നാരങ്ങ നമുക്ക് നേർച്ചയൊന്നും ഇല്ല കേട്ടു. ജോക്കി, ഞാൻ ഒരു കോമഡി പറഞ്ഞായിരുന്നു അതിന്റെ ഇടയ്ക്ക് കൂടെ. ഹലോ, കേട്ടില്ല, ഒന്നൂടെ പറ ചിരിക്കാൻ. ഞാൻ പറഞ്ഞു വെർജിൻസിന് കുടിക്കാൻ പറ്റുന്ന മൊജിറ്റോ ആണോ? വെർജിൻ മൊജിറ്റോ. നമ്മുടെ സിറ്റിയില് ഒരു കാറിന്റെ വില 100 കോടി രൂപയാണ് സാർ. ഒരു കാറിന്റെ വില. മാച്ച മിൽക്ക് ടീ. എനിക്ക് ബാർബിക്യൂ റിബ്സും വെർജിൻ മൊജിറ്റോയും. ണെങ്കിൽ രാമനെയും ഇത് നമ്മള് റിസപ്ഷൻ ബാക്കി താഴോട്ട് കാണാൻ. ബോബോയ് അല്ല, ബിബിക്യൂ ബാർബിക്യൂ. ഹലോ അണ്ണ ഒന്ന് കാണാൻ പറ്റുമോ? ഇതാരാ? ഞാൻ പുതിയ ആളാ. കെയ്ൻ അലക്സാണ്ടർ. കെയ്നെ നമ്മളൊരു ചെറിയൊരു പരിപാടിയിൽ നിൽക്കുക. ഞാനിത് കഴിഞ്ഞിട്ട് കെയ്നെ വിളിച്ചാൽ മതിയോ? ഓക്കെ, മതി. ഗേൾസ് ഒക്കെ ഗേൾസിന്റെ ബാത്റൂം തന്നെ യൂസ് ചെയ്യണേ. നല്ലൊരു പരിപാടിയാട്ടോ. ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് കഥ പറഞ്ഞിരിക്കാൻ പറ്റിയ കിടില സ്ഥലം. എന്റെ അമ്മ, ഇവിടെ ഇത് ഇതിനുള്ളിൽ കേറാൻ പറ്റും. ഇതിനുള്ളിൽ കേറി നമ്മൾ കറങ്ങുന്ന ടേബിൾ ഉണ്ട്. കറങ്ങുന്ന ടേബിളോ? എവിടെ? ഇത് ഇരിക്കുന്നത് ഇപ്പൊ റെഡി ആക്കിയിട്ടില്ല. അത് റെഡി ആവും. ഈ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ ഫുഡ് സെന്ററിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിലും ഫുഡ് പണിയെടുക്കും. അപ്പൊ ഇത് എടുക്കുമ്പോ ഇത് കറങ്ങി പൊക്കോണ്ടിരുന്നത് എങ്ങനെ എടുക്കും? അടുത്ത റൗണ്ട് വരുന്നു കൈവച്ച് അങ്ങനെയും ചെയ്യാം. അത് എന്തിനു വർത്ത? പിന്നെ കൈവച്ചല്ലാതെ എന്ത് വെച്ചിട്ടാണ് ഫുഡ് എടുക്കണത്? നിങ്ങൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ അല്ല ഇതുപോലെ കളിയാക്കി പറഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണോ? സീരിയസ് ആയി പറഞ്ഞാണ്. ഓക്കെ. പറഞ്ഞു കേട്ടാ കൈവച്ചെന്ന്. മറ്റേ പറയാൻ ചോപ്സ്റ്റിക് വെച്ചെടുക്കണത് അബ്യൂസ് അല്ലായിരുന്നു എനിക്ക്. ജോക്കി, സ്റ്റാഫിനെ പിണങ്ങിപ്പോയല്ലേ, ഞാൻ ജസ്റ്റ് ഇത് നോക്കുക. നമ്മൾ എവിടെ ഇരിക്കും? കിട്ടും. ആശാനെ കൊണ്ടുവന്നേ.
ടേബിളിലുണ്ട് ആക്ച്വലി ഈ കറങ്ങുന്ന ടേബിളിൽ നിന്ന് ഫുഡ് എങ്ങനെ എടുക്കും? ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന ശരിയാന്ന്. ഇവിടെ മറ്റേ സാധനം ഇട്ട് കോലുണ്ട്, കുത്തിയെടുക്കാം. കൈ വെച്ചെടുക്കണം. എന്താ ഇത് ഇവിടെ? സൂപ്പർ ആയിട്ടില്ല, അടിപൊളിയായിട്ടില്ലേ? കഥ കേക്കണ്ടേ വാസു? എവിടെ ഇരിക്കണ്ടേ? നമുക്ക് വാസുവേ, നീ ഇങ്ങോട്ട് വന്നാട്ട് ഒരു കാര്യം പറയട്ടെ. ഇങ്ങോട്ട് വാ വാസുവേ. നീ പറഞ്ഞ കോമഡിക്ക് ഞാൻ ചിരിക്കണേനാ, അങ്ങനെയാണെങ്കിൽ നീ അഭിനയിക്കുവാ. ജോക്കി വിളിച്ചോണ്ട് പോയിട്ട് ഒന്നുകൂടെ ഇറക്കിയാ ഞാൻ ചിരിച്ച് സപ്പോർട്ട് ചെയ്യാം. അല്ല, നീ അത് പറ, ഞാൻ ചിരിച്ച് സപ്പോർട്ട് ചെയ്യാം. അവന്റെ ഓമ്പിക്കാനാണെന്ന് എനിക്ക് നല്ല അറിയാം. ഇല്ല, ഞാൻ ചിരിക്കും. നീ എനിക്കൊന്ന് മറ്റേ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നീ അഭിനയിച്ചാൽ മതി, കാട്ടുപൂച്ചയായിട്ട്. ഞാൻ ചിരിക്കാം, നീ ഒന്നുകൂടി പറഞ്ഞോ. ഞാനേറ്റ് ഉറപ്പാണേ? സത്യം. ഞാൻ ആടെ എത്തട്ടെ പറയില്ലേ. നോക്കിയാട്ടെ, അടിപൊളിയാണല്ലേ? ജോഗി ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന വിളിക്കണ്ടേ? ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന ഇതിൽ നിന്ന് എങ്ങനെ ഫുഡ് എടുക്കും? കൈ വെച്ചെടുക്കും. ഞങ്ങളുടെ പ്രശ്നല്ലേ? കേക്കട്ടെ, വിഷമിക്കല്ലേ? സംസാരിക്കട്ടെ, ഒന്ന് മാറിക്ക്. എന്താ അത്? എന്റെ ഡയലോഗ് അല്ലായിരുന്നു അത്? അതെ, അതുകൊണ്ടാ ഞാൻ ചിരിക്കാണ്ടെന്നത്. ഓനല്ലേ പറഞ്ഞു, ഓന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല സിനിമയില്, അതുകൊണ്ടാ ഞാൻ ചിരിക്കാണ്ടെന്ന്. താറ്റായിരുന്നാ? അത് എന്റെ ഡയലോഗ് അല്ലേ, ശരിക്കും ഞാനല്ലേ അത് പറയണ്ടേ? അതെ, അതിപ്പോ ഓൻ പറഞ്ഞോണ്ട് ഇനി ഓനെ താറ്റണ ഞാൻ. വേണ്ട, നീ പറഞ്ഞ ഞാൻ ചെയ്യും, കാരണം നീ എന്റെ സിനിമയുടെ പ്രൊഡ്യൂസർ. ചെയ്യണ? വേണ്ട, അത് കഥ കേക്കട്ടെ. നീ അഭിനയിക്കണേ. പറ്റുന്നില്ലേ? ഒരുപാട് കഞ്ഞിയാക്കല്ലേ എന്റെ? അല്ല, അച്ഛന്റെ കഥ എടുക്കണ്ടേ? നമുക്ക് ഇവിടെ എടുക്കാം. അല്ല, ആദ്യം നീ വാസുവിന് നല്ല ഉപ്പിട്ട കഞ്ഞിന്റെ വെള്ളം എടുത്താട്ടെ. നമുക്ക് അകത്തോട്ടിരിക്കാം. ജോക്കി വാ. ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങോട്ടൊന്ന് വാടാ. ജോക്കി വാ. ഇങ്ങോട്ടോ. അപ്പുക്കുട്ടനെ വിളിച്ചോ? അപ്പുക്കുട്ടനെ ഈ തോട്ടിലൊന്നും പിടിക്കരുത്. തമാശ കറണ്ട് പോയതല്ല, കറണ്ട് പോയതാ. എന്താ രസം എന്നെ കാണാൻ വേണ്ടിട്ട് ഇരുട്ടത്ത് നോക്കിയാട്ടെ. മുന്നിലിറക്കി ടോർച്ചയച്ച് നേരത്തെ എനിക്ക് ഇവരുടെ സൗണ്ട് കേൾക്കണം, ഒന്നും കേൾക്കണില്ല ജോക്കി. അല്ല, നേരത്തെ അവിടെ ഫുഡ് എങ്ങനെ എടുക്കുമെന്ന് ചോദിച്ചില്ലേ? അതെന്തായിരുന്നു സംഭവം? അത് ശരി തന്നെയല്ലേ, അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. എങ്ങനെ? അല്ല, പന്തലം കാണുമ്പോ പറഞ്ഞത് എന്തുവാടാ? ഇവനെ നോക്കണം, ദദ്ദുവിനെ പോലില്ല ഇവനെ കാണാൻ. ആചാര നിങ്ങക്ക് എടാ, സെൻട്രൽ ഫ്രഷിന്റെ പരസ്യമില്ലടാ ദദ്ദു. ആ കൊരങ്ങിനെ പോലില്ല ഇവനെ കാണാൻ. ആ പന്ത് പിടിച്ചിട്ട് നമ്മുടെ ഗ്യാങ്ങിലെ മെസ്ബോയില്ലേ? ഈ നാല് തന്നെ മീശക്ക് കൊടുത്ത് മറ്റേ മേശപ്പുറത്ത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ എങ്ങനെ എടുക്കുന്ന എന്തൊരു സംഭവം ഇത്? എന്റെ പൊന്നു ചോക്കി ഒന്ന് നിർത്തിയാട്ട് വെക്കാർന്ന്. കിട്ടുന്ന ആളെ എടുക്കണം. പറയേണ്ടതാ അത്. എല്ലാം നശിപ്പിച്ചിട്ട് സമാധാനല്ലേ നിനക്ക്? അല്ല, അത് ഫുഡ് തരണ. ഹാരി ഫുഡ് എടുക്കടാ. യു ആർ നോട്ട് അലൗഡ് ടു ട്രിഗർ സേഫ് സോൺ. സേഫ് സോൺ മാറിയില്ലേ? മറ്റേ സേഫ് സോൺ ആയിരിക്കുമല്ലേ? ഫ്ലാഷ് അടിച്ചിട്ടുണ്ട്, പേടിക്കണ്ട. കണ്ണ് കാണാ. ജോക്കി അടുത്തൊന്ന് വന്നിരിക്കാൻ പറയാം, ഇവരടുത്ത് കഥ പറയണ്ടേ? ആസു പിന്നെ ജോക്കി വിളിക്കുന്നുണ്ട്.
മരിക്കൂല ഇയാൾക്ക് ഇരുട്ടത്ത് കണ്ടു. എന്തൂര് ആ ജോക്കി മറ്റേത് ഒന്നും കൂടെ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് ആശാനും ബാ ചോദിക്ക്. എന്താ ജോക്കി? നേരത്തെ ആശാൻ ഇപ്പൊ എന്റെ അടുത്ത് കാര്യം പറഞ്ഞു. ചോദിക്ക്. ജോക്കി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ടേബിളിലാണെന്ന് എങ്ങനെ നമ്മള് ഫുഡ് എടുക്കും? അറിയത്തില്ല. കൈ വെച്ചെടുക്കണം. കൈ എന്തെടുത്തോണ്ടിരിക്കുന്നു? കയ്യോ ചുമ്മാ ഗാങ്ങിന്റെ ലീഡറായിട്ട് നിൽക്കുന്നത് എങ്ങനെ? അന്റെ സിനിമേന്റെ പൂച്ച കാട്ടുപൂച്ചയായിട്ട് അഭിനയിക്കാൻ പോകുന്നില്ലേ? കഥയിൽ ആദ്യം ഇമ്പ്രസീവ് ആണ്, അതാലേ പറ്റത്തുള്ളേ. നമുക്ക് പറ്റത്തുള്ളൂ. പൈസ എടുത്തോളൂ. ഗാങ്ങിന്റെ ഫണ്ടാണ്. ജോക്കി ഇപ്പൊ ഞാൻ ആരായി? ജോലി കഥയൊക്കെ ഏതൊക്കെ ഏതാ സ്ഥലത്തിരിക്കേണ്ടത്? നമ്മള് ഇവിടെ ഇരിക്കാം. അർദ്ധചന്ദ്രൻ ഇതാ നല്ലത്. ഇങ്ങോട്ടിരുന്നോളൂ. എന്താ പേര്? അതാ അയ്യോ സോറി ഇവിടുത്തെ മാനേജർ. ഇവിടെ എങ്ങനെ ഇരിക്കുന്നേ നിങ്ങളെല്ലാം? ജയമസിൽ അങ്ങോട്ട് നോക്കിയിട്ട് ജയമസിൽ ചനക്കൊന്നും വരുന്നില്ല. നേരെ നോക്കി നിൽക്കും മനുഷ്യ. എന്റെ കിണ്ടി നോക്കി നിൽക്കാതെ. അല്ല അയ്യായിരിക്കും. അല്ല ഷൗട്ട് ഇടണേ ആശാനെ. ഷൗട്ട് എന്റെ മറ്റേ പ്ലസ് എച്ച് അല്ല, എസ്കേപ്പിന് താഴെയുള്ള എസ്കേപ്പിന് താഴെയുള്ള എസ്കേപ്പില്ലേ എസ്കേപ്പ് അതിന് താഴെയുള്ള എസ്കേപ്പിന്റെ താവല്ലേ? സൂപ്പർ. ജോണി പാപ്പ ഇങ്ങോട്ടൊന്ന് വാ. ജോണി പാപ്പ ഫുഡ് കിട്ടില്ല. ഞാൻ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? രാമനും സീതയാ? അല്ല അയ്യോ അല്ല, ബാർബിക്യൂവും അല്ല റിപ്സും വെർജിൻ മൊജിറ്റോയും. ഞാൻ രാമനും വെർജിൻ മൊജിറ്റോയും. കിട്ടിയായിരുന്നു. അപ്പം കഥ കേൾക്കാം നമുക്ക്. ആശാനെ ഓർഡർ ചെയ്യുന്നേ? ജോണി പാപ്പ ഓർഡർ ചെയ്. മറ്റേ രാമനും മച്ച മിൽറ്റി. കിട്ടിയല്ലോ. കിട്ടി. നരേന്ദ്ര ഇത് പ്ലേറ്റ് ചെയ്യുന്ന കഴിക്കണ്ടേ? ഇത് ചുമ്മാ 30 നമുക്ക് കഥ കേൾക്കാം. അങ്ങനെ എന്തെങ്കിലും നല്ലത് ചെയ്യുമ്പോഴായിരിക്കും. ആശാനെ കാട്ടുപൂച്ചയുടെ കഥ അങ്ങോട്ട് പറഞ്ഞു. ആശാനെ കഥ അതായത് ഈ കാട്ടുപൂച്ച എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ മെയിൻ കഥാപാത്രം. ഈ കാട്ടുപൂച്ച നാട്ടിൽ നിന്ന് ഇങ്ങനെ വരും, അല്ല കാട്ടിൽ നിന്ന് ഇങ്ങനെ വരുമെന്ന്. അപ്പൊ അത് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ അതിന്റെ പുറത്തേക്ക് ഇങ്ങനെ കാട്ടിൽ ഇങ്ങനെ പുറത്തേക്ക് വന്ന് അതെല്ലാം വലിയൊരു ഇതായിട്ട് വരും. അതിന്റെ ത്രെഡ് മാത്രം പറയാൻ ഞാൻ ഇങ്ങനെ. അപ്പൊ അതിങ്ങനെ വന്ന് പൂച്ചാട്ടിവനാണ് അഭിനയിക്കണ്ടേ? പൂച്ചാട്ടിവൻ എന്നാണ് മെയിൻ കഥാപാത്രം. വെറും പൂച്ചല്ല, കാട്ടുപൂച്ച. നല്ല ശൗര്യം ഉണ്ടാവും, ശൗര്യം. നാരദാ അപ്പൊ ബാക്കി നാരദം പറയും. 30 കോടി മേടിച്ച് കടിക്കുന്ന പൂച്ച കേട്ടോ. അല്ല ഇത് കടിക്കൊന്നുമില്ല, ഇത് മാന്തൂല്ല, കടിക്കൂല, ഒന്നും ചെയ്യില്ല. പിന്നെ ഇതിനെ കാണുമ്പോ തന്നെ ഇതിനെല്ലാം ശൗര്യം എന്ന് പറഞ്ഞാൽ ആ മുഖത്തുള്ള തീക്ഷ്ണത ഉണ്ടാവും. മുഖത്ത് കാട്ടുപൂച്ചനെ ആ ഒരു തീക്ഷ്ണതയില്ലേ, അതന്നെ അതുണ്ടാവും മുഖത്ത്. അപ്പൊ ഈ കാട്ടുപൂച്ച ഈ പെമ്പിളർക്കെല്ലാം പിന്നെ കാട്ടുപൂച്ചേനി നായ്ക്കളി പൂച്ചേനി പട്ടികളെല്ലാം ഭയങ്കര ഇഷ്ടാന്നല്ല. അപ്പൊ ഇങ്ങനെ ഈ പൂച്ച ഒരു ദിവസം കളിച്ചോണ്ടിരിക്കുമ്പോ ഒരു 4 പെമ്പിള്ളർ ഉണ്ടാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഈ കാട്ടില് ട്രക്കിങ്ങിന് പോയിട്ടുണ്ടാവും. അപ്പൊ അന്നേരം അല്ല ഈ പെമ്പിള്ളറെല്ലാം നല്ല സുന്ദരി പെമ്പിള്ളറാണ്. അല്ല നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പെമ്പിള്ളറ. അപ്പൊ ഈ പെമ്പിള്ളർ ഈ പൂച്ചനെ എടുത്തിട്ട് നാട്ടിലേക്കും അങ്ങനെ ഈ പൂച്ചനെ സ്നേഹിക്കാനും കൊക്കാനും ലാളിക്കാനെല്ലാം ആളായി ആടാ. അതുകൊണ്ട് ഈ പൂച്ചക്ക് ഭയങ്കര സന്തോഷായി. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഇവരെ കൂട്ടത്തില് ഒരാള് മരിക്കുന്നത്. അവിടെ തുടങ്ങും നമ്മളെ ത്രില്ലർ. ആടുന്ന് മുതൽ അങ്ങോട്ട് ഫുള്ള് സസ്പെൻസ് ത്രില്ലറാണ് അങ്ങോട്ട് കഥ പോകുന്നത്. കാരണം ഈ കാട്ടുപൂച്ചാണ് ഈ കൊല്ലുന്ന കാണുന്നത്. അതെ അതെ ഐ വിറ്റ്നസ്. കാരണം ഈ പെണ്ണുങ്ങളെല്ലാം മറ്റേ ഇളികൾ പരിപാടി ചെയ്യുന്ന ആൾക്കാരാണ്. എന്ത് പരിപാടി? ഇളികള് മറ്റേ നിയമവിരുദ്ധമായിട്ട്
ഇല്ലീഗൽ ഓക്കെ. അത് മോനെ അധികം ഇംഗ്ലീഷ് അത് എന്ത് ഇല്ലീഗൽ പരിപാടിയാണ് അവർ ചെയ്യുന്നത്? മലയാളം കേരള സിലബസ് ആണ്. അതിന്റെ അകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഓക്കെ പെണ്ണുങ്ങളെ നിന്നെ കയറി കളിക്കും. ഇല്ല അതൊന്നുമില്ല, അത് പ്രകൃതി വിരുദ്ധമായി ഇപ്പൊ. ഇവന് നല്ല പാലെല്ലാം ഉണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട. നല്ല പാലെല്ലാം പൂച്ച. ആരല്ല നീ പൂച്ച എന്നുള്ള കാര്യം മറന്നുപോയി. ബാക്കി പൂച്ചായ നിങ്ങ ഇത് തെളിയിക്കുന്നേ കാട്ടുപൂച്ചയെ ഞാൻ ഈ കേസ് തെളിയിക്കണം. അല്ല അവ തന്നെ അത് സംസാരിക്കോ മനുഷ്യന്മാരെ പോലെ പൂച്ചയുടെ വേഷം കിട്ടി. അതല്ലേ പറഞ്ഞത് സംസാരിക്കുന്നു. നീ കാത്തു കണ്ടിനാ? കാത്തു ഞാൻ കാത്തു കണ്ടോടാ പറഞ്ഞു ഞാനാ നിങ്ങടെ കാത്തു. എന്നോട് ഇഷ്ടം കൂടാൻ അതേപോലെ തന്നെ എന്നോട് ഇഷ്ടം കൂടാന്ന് പറയില്ലേ, അതേപോലെ തന്നെ ഇവനോട് ഇഷ്ടം കൂടുന്ന ആൾക്കാരാണ് എല്ലാരും. കാരണം ഇവൻ അത്ര ക്യൂട്ടാണ്. ഓക്കെ 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 ഓക്കെ. കൂട്ടുപൂച്ചാണ്. അപ്പൊ ഞാൻ മനുഷ്യനായാലും ഇതായിട്ട് അഭിനയിച്ചാൽ രണ്ടായിട്ടിലും ഞാൻ ക്യൂട്ടാണ്, മനസ്സിലായോ? അത് ആ ക്യൂട്ട്നെസ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ? ഓക്കെ കാട്ടുപൂച്ച. ഓക്കെ. അപ്പൊ അതെനിക്ക് ഈസി ആയിരിക്കും, കാരണം ഓൾറെഡി മനുഷ്യനായിട്ടിരിക്കുമ്പോഴേ ഞാൻ ക്യൂട്ടായോണ്ടേ. അതെ അതെ അതെ. ഓക്കെ 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 ഓക്കെ. ആ ബാക്കി ജോക്കിക്ക് എന്തെങ്കിലും ഇതിനകത്ത് റോള് വേണമെങ്കിൽ നമ്മള് കൊടുക്കാം. വേണ്ട എനിക്ക് ഒരു താല്പര്യമില്ല. ബാക്കി കഥ പറഞ്ഞേ ഇവനാണ് ഇത് കാണുന്നത്, ക്രൈം കാണുന്നത് ഇവനാണ്. ഇവൻ ഇത് കണ്ടത് കൊണ്ട് ഈ പൂച്ച സംസാരിക്കുകയും ചെയ്യുന്നോണ്ട് ഈ ബാക്കിയുള്ള 3 പെമ്പിള്ളേർ എന്താക്കും പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇവനെ വേട്ടയാടാൻ വേണ്ടി നടക്കും. വേട്ടയാടാൻ വേണ്ടി നടക്കും. അപ്പൊ ഇവൻ എന്താക്കും, ഇവന് ഭയങ്കര ബുദ്ധിയുള്ള പൂച്ച ഇവൻ എന്താക്കുന്ന അറിയാ, ഓരോ കൈമെന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നതും. പിന്നെ ബാക്കി ആടെ എന്നിട്ട് ഇവൻ എന്താക്കുന്ന അറിയാമോ, ഇവന്റെ മറ്റേ പൂച്ചനെ കൊണ്ട് തലയിലാക്കി വെക്കും. അതായത് പോലീസിന്റെ അടുത്ത് പോയിട്ട് പറയുമ്പോ നിങ്ങൾക്ക് സ്ട്രോങ് എവിഡൻസ് വേണ്ടേ, അത് പറയാൻ വേണ്ടിട്ട് ഇവൻ സോഫേന്റെ അടിയിലെല്ലാം കലയാക്കി വെക്കും. പിന്നെ സോഫേന്റെ കാലിൽ ഒരു കഷ്ണം കടിച്ചെല്ലാം വെക്കും. ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട്, ഇവനാന്ന് അത് ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടിട്ട്. ഞാൻ എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയും, ഇങ്ങനെയാന്ന് സാറേ, ഇങ്ങനെയുണ്ട് ഒരു കാര്യം പറയും. അത് ഓൻ ഇടക്കിടക്ക് വരും. ആ മാമന്റെ കൂടെ പറഞ്ഞിട്ട് കിട്ടിയതാണ്. ക്ഷമിക്കണം. ഈ പൂച്ച മാന്തിയൊക്കെ വെക്കണം, അതെന്താ എനിക്ക് മനസ്സിലായില്ല. പൂച്ച മാന്തി വെക്കുന്നല്ല, പെണ്ണുങ്ങൾ ഇവരെ കൊണ്ട് മാന്തി വെപ്പിക്കൂ. അല്ല, പൂച്ച മാന്തു. സാധാരണ എന്റെ പൊന്നാശാനെ പൂച്ച സാറിന് അപ്പി ഇടുമ്പോഴാണ് മാന്തുന്നേ. ഇതിന് കാര്യമുണ്ട്. എന്തിനാ മാന്തുന്നേ ചോദിച്ചിട്ട്, അതാണ് സസ്പെൻസ്. അതായത് ഇവൻ നേരെ പോലീസിന്റെ അടുത്ത് പോയിട്ട് പറയും, ആടെ ഒരു കൊല നടന്നിട്ടുണ്ട്, കൊന്നത് ഇതാന്ന് പറയും. എന്നിട്ട് പോലീസ് പറയും, പൂച്ച പറയും പിന്നെ നമ്മളെ വീട്ടില് ഞാൻ കാണിച്ചാൽ ആ വീട്ടില് ഞാൻ ഉണ്ടായി എന്നുള്ള തെളിവുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് പൂച്ച പോലീസിനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പൂച്ച മാന്തിയതോ ആക്കിയതെല്ലാം കാണിച്ചു കൊടുക്കും. സോറി സോറി. എന്നിട്ട് ഈ പൂച്ച അതാണ് ആ പൂച്ചയാന്ന് എന്നിട്ട് തെളിയിക്കുന്ന കഥ. അതിന്റെ അകത്ത് കുറെ സസ്പെൻസും ത്രില്ലറും ടേണും എല്ലാം ഉണ്ട്. ഈ കഥയാണെങ്കില് ഇപ്പൊ നീ ഇരിക്കുന്ന നമ്മളെ 4 പേര് പോലും തിയേറ്ററിൽ വരുമില്ല. കാരണം ഇവർ ഓൾറെഡി ഈ കഥ കേട്ട് വെറുത്ത് കഴിഞ്ഞ്. എന്ത് കാലൊക്കെ മൂത്രം ഒഴിക്കുന്ന സീനല്ല ഇതിൽ ഈ ക്രൈം നടക്കുന്നത് തന്നെ. ഇവർക്ക് ഭയങ്കര അതായത് ഈ പൂച്ച ഫുള്ള് ഡിപ്രഷൻ ആവും. അതായത് പൂച്ച നിങ്ങൾക്ക് ഈ മത്തിത്തല പിടിച്ച് കടിച്ച് നടക്കാനോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും നടക്കൂല. അതിൽ വിഷമത്തോടെ നമുക്ക് കാണിക്കാം. അപ്പൊ അതില് നിങ്ങൾ നടിപ്പിൻ നായകൻ എന്നുള്ള സാധനം കേറി വരും. നായകനെ നീ കാണിക്കേണ്ടത് ഒരു മിനിറ്റ്, നീ ഒന്ന് മുഖത്ത് ശൗര്യം കാണിച്ചാട്ടെ വാസു. ഞാൻ ആദ്യം ഇത് മാറ്റട്ടെ. ശൗര്യമല്ലേ? ഒരു മിനിറ്റ്. ഇത് ഏകദേശം ഓക്കെയാണ്. ശൗര്യ കാണിക്കുന്നത് കുറച്ചുകൂടെ തീഷ്ണത കൊണ്ടുവരാം. തീഷ്ണത എടുത്താ കുറച്ചുകൂടെ. ഇതന്നെ നമുക്ക് വേണ്ടത്. അതെ അതെ, ഇതാണ് നമ്മള് പറഞ്ഞ നടൻ. വേണമെങ്കിലേ ഞാൻ മറ്റേ ഈ കൊല്ലുന്ന സീൻ കാണുമ്പോൾ നമ്മൾ ഷോക്ക് ആവൂലേ പെട്ടെന്ന്.
അഭിനയിക്കാനുള്ള കഴിവുണ്ടടാ. അടിപൊളിയാണ് കേട്ടാ. എടാ വാസു. ആരെയൊക്കെ കൊല്ലുന്നു, അയ്യോ. ആ കേട്ടാ. ആ ഓ, എന്റെ ഡയലോഗ് അച്ഛനെ ഇതന്നെ നമ്മുടെ ആക്ടറും പ്രൊഡ്യൂസറും ആക്ഷൻ ഇത് ഇത് ആദ്യത്തെ കാട്ടുപൂച്ചയുടെ ഇൻട്രോ സീൻ ഇല്ലേ? കാട്ടുപൂച്ച നമ്മള് സമാധാനമായിട്ട് കാട്ടിക്കൂടെ ജോയ്ഫുൾ ആയിട്ട് പോകുന്ന സമയത്ത് കണ്ടോ? മെയിൻ ആക്ടറും പ്രൊഡ്യൂസറും ഇത് വേറെ ഇതിന്റെ അടുത്തൊരു അതിന്റെ ഇടയ്ക്ക് സമ്മതിക്കൂല ഇത്. ഇതിപ്പോ നീ ആ ഒരു മുഖം വെച്ചോ, ഇതിലാണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വരുന്നത്. അതായത് ഇങ്ങനെ പറയും, ഇതാണ് നമ്മുടെ കാട്ടുപൂച്ച. കാട്ടുപൂച്ച എന്ന് പറഞ്ഞാൽ നാട്ടിലൊക്കെ വിചാരിക്കും ഇത് ഭയങ്കര പ്രശ്നമുള്ള പൂച്ചയാണ്. പക്ഷെ ഇത് ഭയങ്കര ഇവൻ ഇവനെ കണ്ടാൽ എല്ലാരും കിടച്ച് കഞ്ചിക്കാൻ തോന്നും. ഇങ്ങനെ പറയും ബാക്കിൽ നിന്നെ പറ്റി പൊക്കിയെടുക്കുന്നതല്ലേ ഉണ്ട് ഇതിനകത്ത്. അതുപോലെ നിങ്ങൾ പറഞ്ഞ സീൻ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മള് ടയർഡായി രാത്രിയില് എന്നുവെച്ചാ പൂച്ചയെ ഇവരോട്ട് ഓടിക്കുമല്ലോ പിടിക്കാൻ വേണ്ടി ഓടിച്ച് ടയർഡ് ആകുന്ന സമയത്ത് രാത്രിയില് ഇതാകുമ്പോഴത്തേനും ഇതാണ്ട് എനിക്ക് നീ ഒരു എല്ലാ രസവും വരും. താങ്ക് യു സോ മച്ച്. ചെറുക്കനെങ്ങനുണ്ട്? അടിപൊളി. ഇവൻ എന്റെ ഫിക്സ്. ഇവൻ തന്നെ എന്റെ നാട്ടൻ. ഇവനെ വെച്ചിട്ട് വേണം എനിക്കൊന്ന് എന്റെ സിനിമ എനിക്കൊന്ന് ഇറക്കാൻ വേണ്ടിട്ട്. നാരദാ ഇത് ഫിക്സ് ആക്കുമല്ലോ ഇത് നമ്മള്. അച്ഛനെ പ്രശ്നമുണ്ട്. പൂച്ചയുടെ തലയിൽ അണ്ണന്റെ തലയാണ് വെക്കുന്നത്. ഒരു മിനിറ്റ് വാസന ഒരു കാര്യം ചോദിക്കട്ടെ. ഓ പറഞ്ഞോക്കി. അണ്ണയുടെ തല വെട്ടി പട്ടിയല്ലേ കാല് പൊക്കി മുള്ളുന്നേ, പൂച്ച ഇരുന്നില്ലേ മുള്ളുന്നേ? ആ അതെനിക്ക് ഇവിടെ ഒരു കൈയില്ലേ? മറ്റേ അറിയാം. 3 നായികമാരുടെ കൂടെ അതുകൂടെ ചോദിക്കും. അണ്ണ മുള്ളണ്ടേ വരുമോ? ആരൊക്കെയാന്ന് ഒരു സെക്കൻഡ് ഒരു കോൾ വിളിച്ചോട്ടെ. നമ്മളെ കൂടെ ഇത്രയും നാള് നടന്നിരുന്ന ഹലോ 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 വാസു എവിടെ ഉണ്ട്? വാസുണ്ട്. ആ സൗകര്യം വരുന്നോ? സൗകര്യം എന്റെ ഫോൺ മാറിയപ്പോ നമ്പർ എല്ലാം പോയേ. കുഴപ്പമില്ല എവിടെ ഉള്ളത്? ഞങ്ങള് ഇവിടെ ഒരു പ്രോജക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക. ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ പോണേ. ഞങ്ങളിപ്പോ കറക്റ്റ് നമ്മുടെ എന്താ ഇതിന്റെ പേരെന്തായിരുന്നു? കോഴിക്കടയാ കോഴിപ്പീടിയേ? അതേടാ പുതിയ ഹോട്ടലല്ലേ 8228. 8228 ആ ഇങ്ങോട്ട് വാ. ആ ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാനുണ്ട്. ഓ പറഞ്ഞോ. അണ്ണാ നമ്മള് GM ക്ലബ് എന്നാണ് അതിന്റെ പേര്. GM ക്ലബ്. ഓക്കെ. GM ക്ലബ്. ഇതിനു മുമ്പ് നമ്മുടെ ബർഗർ ഷോട്ട് ആയിരുന്നു. നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ അടുത്ത് തന്നെയായിരുന്നു ബർഗർ ഷോട്ട്. അത് മാറ്റിയിട്ടാണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത്. ഓ ഹോ ഹോ ഹോ. അണ്ണാ ഫോൺ എടുക്കാവോ? ഫോൺ എടുക്കാം. ഫോൺ എടുത്തു. അതില് ബ്രൗസർ എടുക്കാവോ? ബ്രൗസർ ആപ്ലിക്കേഷൻ. ഓ ഒരു സെക്കൻഡ്, ആരോ കോൾ വിളിക്കുന്നത്. ഹലോ ആ ആരാ? നമ്മുടെ പേര് സ്റ്റീവേ പറയടാ. അണ്ണന്റെ ചുമന്ന കളറുള്ള ബ്രോങ്കോ ഇവിടെ മറ്റേ ഇവിടെ കിടക്കണം, മറ്റേ കോടതിയുടെ അടുത്ത്. കോടതി എടുത്താ? അത് എവിടെ? 8228 ആണോ? നോട് അല്ല, എവിടെ? 7273 കറക്റ്റ് 7273 കിടപ്പുണ്ട്. അവനെ തല്ലിക്കൊന്ന് 8228 കൊണ്ടുപോകാതെ. അത് അൺലോക്ക് ആണ്, ആരും ഇല്ല ഇവിടെ. ഞാൻ നോക്കിക്കോളാം. ഞങ്ങളത് 8228 8228 പോലീസുകാരന്റെ അങ്ങോട്ട് കൊണ്ടുവരാം. അവിടെ ഒരു പോലീസ് ഓഫീസർ ഉണ്ടാവില്ല, അത് ജോക്കിയാട്ടനാക്കി. അതില് ബ്രൗസർ എടുത്തിട്ട് നമ്മുടെ സൈറ്റ് ഒന്ന് GM Groups.site എല്ലാം ഒരുമിച്ച് സ്മോൾ GM Groups.site. വിളിക്കല്ലേ എന്നാ പിന്നെ പോലീസുകാരനായിട്ട് സെർച്ച് ചെയ്താൽ മതി. ഇതെന്തായാലും ഇറങ്ങി അതില് അപ്ലൈ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ഒരു വേർഷൻ 2 ആയിട്ടാണ് ഇത് ഇറങ്ങുന്നത്. കാരണം ആദ്യത്തെ വേർഷൻ കിലോമീറ്റർ, സോ രണ്ടാമത്തത് നമ്മുടെ ഈ ഒരു കോഴി ഷോപ്പ് ആയിട്ട് എടുത്തു. അണ്ണാ പിന്നെ ഈ സൈറ്റ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും, വെളിയിലും കാണാം. വെളിയിലുണ്ട്. വെളിയിലാണ് ഒറിജിനലാണ്. ഇത് ഒറിജിനലാണ്. വെളിയില് നമ്മുടെ ഇതിന്റെ ഫുൾ സംഭവം കിട്ടും. ഫുൾ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അത് കോയിക്കഫേ ഉണ്ട് താഴെ. അത് ഉള്ള മെനൂസും കണ്ട് നമുക്ക് വെളിയിലും ഡ്രസ്
അതിന് താഴെയുള്ള അംബാനോപ്പിയാണ്, വക്കീലാണ് ഞാൻ. ഒരു മിനിറ്റ്. അപ്പുറത്തെ ഹാരിസ് ഹാരിസ് ഹലോ? കിച്ചൺ മാനേജറാണ്. ഇല്ല അണ്ണാ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ അണ്ണാ. കത്തി. ഹലോ, ആ കേക്ക കത്തി സത്യം സെറ്റ് കത്തി. എല്ലാരും കത്തിയോ? കത്തിയാടാ? ഇല്ല കത്തിയില്ല. ഒരു മിനിറ്റ് അണ്ണാ പുറത്തൊന്ന് വരും, ഇപ്പൊ വരും. നോക്കട്ടെ. ആട്ടാ കത്തിയാ? ഇല്ല കത്തിയില്ല. കത്തിയില്ല, അപ്പൊ വരുമോ? വെയിറ്റ് ചെയ്യൂ. ഇന്നെന്താ അങ്ങനെ? ഒരു ബുദ്ധനായ ഫോൺ എടുത്ത് ഹലോ. നോക്കായിരിക്കും. ഒരു സാബ്ഗുരു പറ. ഞാൻ പുറത്തുണ്ട് ഡോറിന്റെ. അകത്തോട്ട് കയറി വന്നാ മതി. ബ്രോ വെളിയിൽ ആള് വന്നിട്ടുണ്ടോ? ഒന്ന് അകത്തോട്ട് കയറ്റി വിടുവോ ഇപ്പൊ സാബ്ഗുരു? തുറന്നു. അമ്പാനൊന്നു ഇത് നമുക്ക് വെളിയിലും എന്താ പറ്റിയാണ്? ഇല്ല അതൊരു കാര്യം പറയാൻ നമ്മള് വിട്ടുപോയായിരുന്നല്ലോ, അതൊന്ന് ജസ്റ്റ് പറയണം അവര് പറഞ്ഞായിരുന്നത്. ഇതാ ഹലോ സൈറ്റിന്റെ പേര് ഹലോ മിസ്റ്റർ വാസു അല്ലേ? അതെ. ഞാനൊരു പുതുതായി ബിസിനസ് തുടങ്ങാൻ പോകുന്ന ഒരാളാണ്. ഓക്കെ, എന്ത് ബിസിനസ് ആണ്? എന്റെ ബിസിനസ് സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനാണ് പ്ലാൻ. അപ്പൊ നിങ്ങളുടെ എനിക്ക് താങ്കളാണ് എന്റെ ഫേമസ് ആയി നിൽക്കുന്ന ബിസിനസ്സുകാരനാണെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് നാട്ടുകാരുടെ. ഓക്കെ, അപ്പൊ എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് കണ്ട് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാവും. ഞങ്ങൾ ഇന്ന് വേറൊരു റെസ്റ്റോറന്റ് ബിസിനസിന്റെ കാര്യമായിട്ട് നിൽക്കുകയാണ്. ഇത് കഴിയുമ്പോഴത്തേന് നമുക്ക് നാളെ സംസാരിക്കാം. സൂപ്പർ മാർക്കറ്റ് ബിസിനസ് നാളെ എന്നെ വിളിച്ചാൽ മതി. നാളെ ഓക്കെ ശരി. തിരക്കുള്ള ഇതെന്താ പെട്ടെന്നൊരു 51 എപ്പിസോഡ് പോയത്? ഹലോ അണ്ണാ, പറഞ്ഞോ. എങ്ങനെയാണ് മൊത്തത്തിൽ റെസ്റ്റോറന്റ് സൈറ്റ് എല്ലാം? കൊള്ളാം, എല്ലാം അടിപൊളി, എല്ലാം ബെഡേ സെറ്റപ്പ് കൊള്ളാം. അപ്പൊ ഞങ്ങളുടെ വേറൊരു കാര്യം കൂടെ സംസാരിക്കാനുണ്ടായിരുന്നു. പറഞ്ഞോ. നമുക്ക് മുമ്പ് ബർഗർ ഷോട്ട് ഉള്ളപ്പോ അവിടുന്ന് നമുക്ക് ബൾക്ക് ഓർഡർ തന്നോണ്ടിരുന്ന. അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടുന്ന് നമുക്ക് അങ്ങനെയാണ് തരുമോ, അതെങ്ങനെയാണോ അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി ഓൾറെഡി ടി.വിയിൽ അങ്ങോട്ട് സൂചിപ്പിച്ചായിരുന്നു. അതെ, ഞാൻ മെമ്പേഴ്സിനോട് ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ അതിനെ പറ്റി പറയാം. ഉണ്ടായിരുന്നില്ല. ഇതെന്താ ബ്രോ ചെറിയൊരു കുട്ടീന്റെ പേരൊക്കെ ഇടുന്നത് വെറും തന്തയില്ലായ്മയാണ്. പ്ലീസ് ചേഞ്ച് യുവർ യൂസർ നെയിം. ഇതെന്താ ചാറ്റിലെന്താ സംഭവം വെച്ചാല് നമ്മള് എല്ലാ വീക്കിലും നമ്മള് എല്ലാ ഗാങ്സും ഇപ്പം ടി വി ബാക്കിയുള്ള ഗാങ്സ് എല്ലാവർക്കും നമ്മള് വീക്കിൽ ഒരു എന്താ പറയാ ഒരു ഹെൽത്തി ആൻഡ് ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ ഗാങ് ഹൗസിൽ നമ്മള് ഫുഡ് എല്ലാം കൊണ്ടെത്തിക്കും. ഓക്കെ. നിങ്ങളുടെ റേറ്റ്സ് എങ്ങനെയാ വരുന്നേ? അത് വാസന ഇപ്പം കറന്റ് ഇപ്പൊ ഒരു ഫിക്സഡ് റേറ്റ് അല്ല കിടക്കുന്നത്. ഒരു സിറ്റി തന്ന റേറ്റ് ആണ് ഇപ്പൊ കിടക്കുന്നത്. എന്നാലും പെർ പീസ് എത്ര വരും? പെർ പീസ് എന്തായാലും കൂടിപ്പോയ 50,000 അല്ലെങ്കിൽ അതിന് താഴെ വെച്ചിട്ട്. ഇത് ഒരെണ്ണം കഴിച്ചാൽ ഫുൾ ഹെൽത്ത് ആവോ? അല്ല ഫുൾ ഇതാവോ അല്ലേ? നമ്മുടെ റാമൻ നൂഡിൽസ് ഇല്ലേ, അത് ഫുൾ ഹെൽത്ത് ആവുന്നതാണ്. പിന്നെ നമുക്കൊരു വെജിറ്റബിൾ ഓപ്ഷൻ വരുന്നുണ്ട്, അതൊരു ഹെൽത്തി ഓപ്ഷൻ ആണ്. ഗാർഡൻ സാലഡ് എന്ന് പറഞ്ഞു വരുന്നത്. ഒരു സെക്കൻഡ് ഫുൾ ആവുന്ന ടൈപ്പാണ്. ഹലോ, ചെറുതായിട്ട് എവിടെയാണല്ലോ സ്ഥലം? എടാ മറ്റേ കോയി കഫേ അതിനകത്ത് 8228. പിന്നെ ഇതില് ഇപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മള് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ക്യാപിച്ചിനോയും തായ് നൂഡിൽസിന്റെ ഒക്കെ ഇപ്പൊ 3 4 കഴിച്ചാൽ ഫുള്ളാവുള്ളൂ. ഓക്കെ മനസ്സിലായി. അതിന്റെ കുറച്ചു നമ്മുടെ ഇനി വരാൻ പോകുന്നത് നമ്മുടെ ഈ ഹാഫും ഫുള്ളും വരുന്ന ഓപ്ഷൻ. ഓക്കെ മനസ്സിലായി. അത് നമുക്ക് ഡീലാക്കാം. നമുക്ക് സംസാരിച്ചിട്ട് നമുക്ക് ഡീലാക്കാം. അതെന്തായാലും സംസാരിച്ചിട്ട് നമുക്ക് സെറ്റ് ആക്കാം. നമ്മള് റയനോട് സംസാരിച്ചായിരുന്നു. അപ്പൊ റയന എല്ലായിടത്തും പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മള് ഏകദേശം എന്താ പറയാ 8 മാസമായി നമ്മളിപ്പം ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ബർഗർ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ എത്തി. നല്ലൊരു റെസ്റ്റോറന്റ് ഒക്കെ ആയി ഇങ്ങനെ പോവാണ്. പിന്നെ ഒരു ഒതന്റിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കിയതും നമ്മള് ഇവിടെ ആഡ് ചെയ്തു എല്ലാം. പിന്നെ വാസനം വന്നൊരു സന്തോഷമുണ്ട് കേട്ടോ. താങ്ക് യു എന്തായാലും വിളിച്ചത് നന്ദി. നമുക്ക് എന്തായാലും ഡീൽ ചെയ്തിട്ട് പറയാം ബ്രോ. എന്തായാലും ഓക്കെ വാസനം. പിന്നെ എപ്പോഴെങ്കിലും പ്രൈവറ്റ് മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങാം. എപ്പോഴെങ്കിലും ഉറപ്പായിട്ടും വരാം. കാട്ടുപൂച്ചയുടെ കിണ്ടിങ് വന്നേ.
ഫുൾ ടൈം അവിടെ ആള് ആ. ആ. അതെ 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 ഭയങ്കര കാറ്റും ഇതാണ് കഥയല്ലേ? അതെ 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 അതെ. എനിക്ക് ഒന്നും കൂടെ ആലോചിക്കണം നല്ല കേട്ടോ. ആരോട് അല്ല എനിക്ക് എന്നോട് തന്നെ ഒന്ന് ആലോചിക്കണം. വാസവനന്ദ അങ്ങനത്തെ പറഞ്ഞാൽ നീ ഇത്ര നല്ലോണം അഭിനയിച്ചിട്ടാടാ. ഗ്രാഫ് കൂടെയുള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു കാട്ടുപൂച്ചയായിട്ടൊക്കെ ഞാൻ അഭിനയിച്ച എന്റെ ഇമേജ് എനിക്ക് മനുഷ്യനായിട്ട് അഭിനയിക്കാനുള്ള സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് വാ. എടാ ഇത് ഞാൻ പറയട്ടെ, ഇത് പൂച്ച, ഈ പൂച്ച നീ ഉദ്ദേശിക്കുന്ന പോലത്തെ ജോക്ക് എനിക്ക് ഇത് കേട്ടിരുന്നു, എനിക്ക് അഭിനയിക്കണമെന്നുണ്ടായില്ല ജോക്ക്. ഇതിനകത്ത് നല്ല കഥ അല്ല, ഇതിന്റെ തന്നെ പുലിയെ വെച്ചിട്ടൊരു സാധനം ഇറക്കുവാണെങ്കിൽ എന്നെ അഭിനയിപ്പിക്കണം കേട്ടോ. എടാ എന്ത് മുഖം നോക്ക്, അന്നൂറിന്റെ ബാൾട്ട് കത്തുന്ന ബൾബ് പോലെ കേട്ടാ. പാവം മാറി മറയുന്നു നോക്കിയാട്ടെ മുഖത്ത്. എടാ നീ ഒരു അഭിനേതാവാടാ. ഇവനാണ് നടൻ, ഇവനാണ് ഞമ്മ പറഞ്ഞ നടൻ, ഇവനാണ് നമ്മുടെ ഒരു കാര്യം ചെയ്യ്, 5 കോടി അങ്ങ് എടുത്ത് കൊടുക്ക, അഡ്വാൻസ് കൊടുക്കും. ജോക്കി പൂച്ചയായിട്ടൊന്നും അഭിനയിക്കാൻ എനിക്ക് പറ്റില്ല. സത്യം കേട്ടോ ആശാ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഗ്യാങ്ങിന്റെ ലീഡർ അല്ലേ, ഇവിടുത്തെ ഒരു പ്രോമിനന്റ് ഗ്യാങ്ങിന്റെ ലീഡർ അല്ലേ, ഇവൻ പൂച്ചയായിട്ടൊക്കെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ പൂച്ചയായിട്ട് അഭിനയിക്കാം, പക്ഷെ ഞാൻ അഭിനയിച്ചത് പുറത്ത് പറയരുത്. പക്ഷെ ഇതൊരു ഓസ്കാറോ നാഷണൽ അവാർഡോ എല്ലാം കിട്ടുന്ന സമയത്ത് നമുക്കിത് റിവീൽ ചെയ്യാം. അത് മതി. 5 കോടി ഞാൻ കൊടുത്താണ്, 5 കോടി ഞാൻ കൊടുത്താണ്. 15 തന്നിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു. 5 പോരെ, 5 ആദ്യം പോരെ. നമ്പർ എനിക്ക് ഷെയർ തന്നെ ആശാനെ. ഞാൻ ഫോൺ നമ്പർ അയച്ചെന്നാ. 30 കോടി ഇട്ട് തരും കേട്ടോ. ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മള് പോകുന്നില്ല, നമ്മൾ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അല്ല അതാ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഹാപ്പി ആയി. നമ്പർ എന്റെ ഷെയർ ചെയ്ത് സെറ്റ് ചെയ്ത് അത് കോണ്ടാക്ട് എടുത്തിട്ട് ഷെയർ ചെയ്യും, അതൊന്നും അറിഞ്ഞൂടെ? എന്നെ കാണുന്നില്ലല്ലോ. എത്ര അഡ്വാൻസ് വേണ്ടേ? ഒരു 15 അഡ്വാൻസ്. 15. അപ്പൊ 5 അയക്കാം. പ്രൊഡക്ഷൻ പേരുണ്ടാ? പ്രൊഡക്ഷൻ വാസു പ്രൊഡക്ഷൻ. തക്കുട് വീട്ടിൽ പ്രൊഡക്ഷൻസ്. നമുക്ക് ടിവിയെ പ്രൊഡക്ഷൻ കമ്പനി നോക്കിയാലോ? വേണ്ട തക്കുട് വീട്ടിൽ പ്രൊഡക്ഷൻ. തക്കുട് വീട്ടിൽ യൂണിറ്റ് 10, 100, അത് നമുക്കൊന്ന് 1000, lakh, പിന്നെ 10 lakh, crore. അത് നല്ല ഗംഭീരമായിട്ട് ചെയ്യണം കേട്ടോ. 10 കോടി അഡ്വാൻസ് അയച്ചിട്ടുണ്ടേ. ഓ എണ്ണി നോക്കാം. നമ്പർ 3333. 33 ഇത് ലാസ്റ്റ് ആണ്. ന്യൂ കമ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് കേട്ടോ ബാസട്ടെ. എന്റെ ബ്രോങ്കോ ആണോ എന്തോ പൊട്ടിയത്. അപ്പൊ ഇത് സ്റ്റീവ് ഏട്ടെ. അപ്പൊ നമുക്ക് വെളിയിലോട്ട് പോവാം. അപ്പൊ ബ്രോ താങ്ക് യു സോ മച്ച്. ആ ഫോട്ടോ എടുക്കാം. പമ്പിന്റെ കാര്യം പറയാം. സാബ്ഗുരു സുഖല്ലേ? ചാറ്റ് എന്താ സംഭവം? പുറത്തെന്തോ SB പോയി അവന്റെ SB സ്കൈ വേണോ അതോ ലോകം? വാ നമുക്കൊരു ഫോട്ടോ എടുക്കാം. വാ കണ്ണട ഐഡിയ പറഞ്ഞുതരാം കേട്ടോ. ഇതെന്താ പെറ്റിക്കോട്ട ഇട്ടിട്ട് ഇത് നമ്മളൊരു ഫോട്ടോ എടുക്കാം. എന്റെ നായകൻ മുകളിൽ കേട്ടെ, എന്റെ നായകൻ മുകളിൽ. ഇല്ല ഇവിടെ നമുക്ക് ഒരുമിച്ച് ഇരിക്കാം. നടക്കുന്ന പ്രകാശം. ജോണി പാപ്പ ഫോട്ടോ നിന്നാ ജസ്റ്റ് അങ്ങോട്ട് സ്ട്രൈറ്റ് അങ്ങോട്ട് നോക്കിയാൽ മതി. അങ്ങോട്ട് നോക്കിയാൽ കക്കൂസിന്റെ വായിക്ക് നോക്കിക്കാം. കക്കൂസിന്റെ വായി ഞാൻ നേരെയുള്ള മെഴുകുതിരിയാ നോക്കുന്നത്. അതന്നെയല്ലേ കക്കൂസിന്റെ വായി. ഫോട്ടോഗ്രാഫർ ബെസ്റ്റ് ഫോട്ടോഗ്രാഫർ ഇൻ ദ സിറ്റി. വരുന്നതാ
ഇത് തല്ലി മേടിക്കാനുള്ള പരിപാടിയാണ്. ഫോട്ടോ എടുക്കുന്നത് ഇത് ആരും മുന്നിൽ ആരും എടുക്കുന്നതാണെന്നില്ല. സ്ട്രൈറ്റ് നോക്കി നോക്കി നോക്കണേ ഇത് ഞാനിപ്പോ ഞാനായിട്ട് നോക്കുന്നതല്ല ഇത് തന്നെ നോക്കുന്നേ. അങ്ങോട്ടൊന്ന് തിരി ജസ്റ്റ് കുറച്ചെടുത്തോട്ടെ ഈ നേരെ മെയ്ത്തിരിയുടെ അടുത്തേക്ക് നോക്ക്. അപ്പൊ കാണാം. അത്രയും വേണ്ട കുറച്ച് വലത്തോട്ട്. ജോലിയാവുമ്പോ പറഞ്ഞാലേ ചോദിക്ക് നിക്കാൻ പറ്റില്ല. വഴി കളിച്ച് തരണ്ടേ എന്റെ പൊന്നെ കെറു. അതാണ് ഇപ്പൊ തീട്ട അപ്പുറത്തുനിന്ന് അപ്പുറത്തോട്ട് പോയി. അത് നന്നായിരുന്നു. ഇത്ര നേരം പറഞ്ഞതിനെക്കാട്ടിലും നന്നായിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടെ നിങ്ങൾ എന്തിനാ അങ്ങോട്ടോട്ട് ഈഗോ കാണിക്കുന്നത്? എടുത്തില്ലേ? എടുത്തില്ലേ? നമ്മുടെ സ്വന്തം ഇല്ലയോ? ഓക്കെ ഓക്കെ ശരി. ആ